വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിനിട്ട് യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിനിട്ട് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണ്ണ ആലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവീശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരേ, പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗ വീണെടുക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകനികയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദങ്ങൾ ഞങ്ങൾ അണിയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞങ്ങൾ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ.
ജീവൻ നൽകും വചനം തിരുവചനം. അപ്പോസ്തല പ്രവർത്തനത്തിൽ നിന്നുള്ള വായന അധ്യായം 16 തിരുവചനങ്ങൾ 25 മുതൽ. അർത്തരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യ ചൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളിച്ചു കൊണ്ടുവരുവാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ച് വരച്ച് അവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും അവൻ്റെ കുടുംബാംഗങ്ങളും അത്യധികം സന്തോഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട ഈ വചനഭാഗം അതിൻ്റെ ആരംഭം നടക്കുന്നത് അർദ്ധരാത്രിയിലാണ്. കാരാഗൃഹ ആരംഭിച്ച സംഭവം അവസാനിക്കുന്നത് കാരാഗൃഹ അധികാരിയുടെ വീട്ടിലാണ്. ഈ രണ്ട് സംഭവങ്ങൾ, കാരാഗൃഹത്തിൽ നടത്തുന്ന സംഭവം, കാരാഗൃഹത്തിൻ്റെ അധികാരിയുടെ വീട്ടിൽ നടത്തുന്ന സംഭവത്തിൻ്റെ ആരംഭം, രണ്ട് സംഭവങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ, ഒന്ന്, കാരാഗൃഹത്തിൽ പൗലോസ് സീലസും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ, ദുഃഖത്തിൽ ആണ്ടിരിക്കുന്ന അവസരത്തിൽ, ആ സമയത്ത് വേദന ഉണ്ടായിട്ടും സന്തോഷത്തോടുകൂടി കീർത്തനം പാടി അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു സന്തോഷത്തിൻ്റെ സൂചനയാണ് അവിടെ നൽകുന്നത്. ഇന്ന് വായിച്ചിട്ട വചനപാഠത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത് ഏതാണ് അത് തന്നെയാണ്. കാരാഗൃഹ അധികാരിയുടെ കുടുംബവും അവനും അവൻ്റെ കുടുംബാംഗങ്ങളും കർത്താവ് യേശുവിനെ സ്വീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അവരും അത്യധികം സന്തോഷിച്ചുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇതിന് ഇടയാക്കിയ സംഭവമാണ് ആ പാരഗ്രാഫിൽ നമ്മൾ വായിച്ച വചനപാഠത്തിൽ വളരെ മനോഹരമായ രീതിയിൽ വിശുദ്ധ ലൂക്കാസ് ശ്ലീഹ വിവരിക്കുന്നത്. നമ്മൾ ആ സംഭവത്തിലേക്ക് കണ്ണോടിച്ച് നോക്കിയിട്ടുണ്ട്. ഇതേ ഒരു സന്തോഷത്തിന് അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ എന്തു ചെയ്യണം, നമ്മൾ എന്തു ചെയ്യണമെന്ന് നമുക്ക് ഒരു നിമിഷം ഒന്ന് വിചിന്തനം ചെയ്യാം. പ്രിയ സഹോദരങ്ങളെ, അവിടെ പൗലോസും സീലാസും കാരാഗൃഹത്തിൻ്റെ അധികാരിയോട് പറഞ്ഞ മനോഹരമായ ഒരു വാക്യമാണ്, നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. പൗലോസ് സീലസും പൂർണ്ണമായ ബോധ്യത്തിൽ കാരാഗൃഹ അധികാരിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീയും കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബാംഗങ്ങളും രക്ഷ പ്രാപിക്കും. ആരംഭം ഏകവചനത്തിലാണെങ്കിൽ അവസാനിക്കുന്നത് ബഹുവചനത്തിലാണ്. ആരംഭത്തിൽ ഏകവചനമായിട്ട് പൗലോസ് സീലസും പറയാണ്, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നിന്റെ വിശ്വാസം മൂലം നീ മാത്രമല്ല നീയും നിന്റെ കുടുംബാംഗങ്ങളും രക്ഷ പ്രാപിക്കും. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ട് പൗലോസിനും സീലാസിനും ഇത് പറയുവാനായിട്ട് സാധിക്കും? എപ്രകാരമാണ് അവർക്കിത് പറയുവാനായിട്ട് സാധിച്ചത്? അത് പറയാനായിട്ട് സാധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് പൗലോസിൻ്റെയും സീലാസിൻ്റെയും തന്നെ അനുഭവമായിരുന്നു. ഇത് എങ്ങനെ അവർക്ക് അനുഭവിക്കുവാൻ സാധിച്ചു എന്നതിലേക്ക് നമ്മളൊന്ന് വിചിന്തനം ചെയ്യാം. അവിടെ തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അർദ്ധരാത്രിയിൽ പൗലോസ് സീലസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു, തടവുകാർ അത് കേട്ടുകൊണ്ടേയിരുന്നുവെന്ന്. അർദ്ധരാത്രിയിൽ പൗലോസ് സീലസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു, തടവുകാർ അത് കേട്ടുകൊണ്ടേയിരുന്നു.
നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ അർദ്ധരാത്രിയിൽ മറ്റ് തടവുകാർക്ക് അത് കേൾക്കണമെങ്കിൽ പൗലോസ് സീലസും ദൈവത്തെ സ്തുതിച്ചത് സ്വരം ഉയർത്തിയാണോ സ്വരം താഴ്ത്തിയാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് മാത്രമേ ആവശ്യമുള്ളൂ. അർദ്ധരാത്രിയിൽ പൗലോസ് സീലസും സ്വരം ഒരിക്കലും താഴ്ത്തിയാണ് സ്തുതിച്ചതെങ്കിൽ തീർച്ചയായിട്ടും മറ്റു തടവുകാർ അത് കേൾക്കാനായിട്ട് ഒരു വഴിയുമില്ല. മറിച്ച് അവർ സ്വരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചതിനാൽ അവർക്ക് അവരുടെ സ്തുതിപ്പും അവരുടെ കീർത്തനങ്ങളും മറ്റു തടവുകാർക്ക് കേൾക്കുവാനായി സാധിക്കുകയാണ്. പണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ, നമ്മുടെ വെല്ലുമ്മച്ചിമാരും കുടുംബത്തിലുണ്ടായിരുന്ന അവസരത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ, നമ്മുടെ വെല്ലുമ്മച്ചിമാരും പറയുമായിരുന്നു, നമുക്ക് ഒരു 3 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അല്ലെ 5 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ സ്വരം ആ 5 ഏക്കർ അല്ലെങ്കിൽ ആ 3 ഏക്കർ എത്രമാത്രം സ്ഥലമുണ്ടോ ആ പരിസരങ്ങളിൽ മുഴുവൻ മുഴങ്ങി കേൾക്കണം. അവിടെ വെല്ലുമ്മച്ചിമാരും പറയുമായിരുന്നു, എത്രമാത്രം നമ്മുടെ സ്വരം ആ പരിസരങ്ങളിൽ മുഴങ്ങി കേൾക്കുമോ ആ പ്രദേശത്തുള്ള സകല ദുഷ്ടശക്തികളും പിശാചുകളും അവിടുന്ന് അകന്നു പോരുമെന്ന്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത് ഏത് മുറിയിൽ നിന്നാണോ ചെല്ലുന്നത് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് പോലും കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പറമ്പിൽ എങ്ങനെ കേൾക്കും? സീറോ മലബാർ കുർബാനയിൽ വളരെ മനോഹരമായൊരു ഗാനമുണ്ട് ബൈബിൾ വായനയ്ക്ക് തൊട്ട് മുമ്പായിട്ട്. ശബ്ദം ഉയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. ചില ഇടപെടലുകളിൽ വിശ്രുവാനിക്ക് ശേഷം ചിലപ്പോൾ ധ്യാന ദിവസങ്ങളിൽ പോലും ധ്യാനാവസരത്തിൽ ഞാൻ അവരോട് പറയാറുണ്ട്, നമുക്ക് ഈ പാട്ട് തിരുത്തി എഴുതാം. കാരണം പലരും പാടുന്നത് ശബ്ദം ഉയർത്തി പാടിടേണ്ട, സർവരും ഒന്നായി പാടിടേണ്ട, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടേണ്ട സൗകര്യമുള്ളവർ മാത്രം വാ തുറന്നാൽ മതി, പാടിയാൽ മതി, ആ ഒരു ചിന്താഗതിയിലാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഇന്ന് ഞാൻ ആ ദൈവത്തിന് കീർത്തനം ആലപിക്കുമ്പോൾ എത്രമാത്രം എൻ്റെ കഴിവുകൾ, എൻ്റെ ആരോഗ്യം ഞാൻ അതിനോട് ഉപയോഗിക്കാറുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇവിടെ പൗലോസ് സീലസും കാരാഗൃഹത്തിലാണ്. അവിടെ കൈകളും കാലുകളുമെല്ലാം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ പോലും ആ വേദനകളെല്ലാം മറന്നുകൊണ്ട് അവർ സ്വരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അടുത്ത വാക്യത്തിൽ പറയാണ്, അവർ സ്വരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പം അവിടെ ഉണ്ടാവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഭൂകമ്പം ഉണ്ടായാൽ ആ പ്രദേശത്ത് കാണപ്പെടുന്ന മാറ്റങ്ങൾ, കാണപ്പെടുന്ന വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇത് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും സ്വരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഓരോരുത്തരും സ്വരമുയർത്തി ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും കാണപ്പെടുന്ന മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കാണുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ കൂട്ടുപുഴ അയ്യമ്പത് ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനായി കടന്നു വന്നു. ആ സഹോദരന്റെ പേരാണ് ബിനു. അവൻ അവിടെ ധ്യാനത്തിന് വന്നപ്പോൾ ജോലി ചെയ്തിരുന്ന അവസരത്തിൽ നടുവൊന്ന് വെട്ടി ഡിസ്ക് രണ്ടും അവന് തെന്നിപ്പോയതിന് മൂലം അവന് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു അവൻ ധ്യാനത്തിനായി കടന്നു വന്നത്. ധ്യാന അവസരത്തിൽ കുംഭസാരം എല്ലാത്തിനു ശേഷം വിശുദ്ധ കുർബാന സ്വീകരിച്ച അവസരത്തിൽ ഞാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു, നിങ്ങളുടെ ഏതെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കുക, ഈശോയെ ആ അവയഭാഗത്തെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു, സ്തുതിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഏറ്റവും സ്വരമുയർത്തി പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ബിനു. അവൻ്റെ സ്വരം പരമാവധി ഉയർത്തി ദൈവത്തെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇരുന്നവൻ ചാടി എണ്ണീറ്റു, പിന്നെ അവൻ മുട്ടുകുത്തി. അതിനുശേഷം അവൻ സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ഛൻ, ഞാൻ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടത്, ഞാൻ സ്വീകരിച്ച വിശുദ്ധ കുർബാന 2 കൈകളായിട്ട് തിരിഞ്ഞ് എൻ്റെ തെന്നിക്കിടന്ന ഡിസ്ക് പിടിച്ച് നേരെ ഇട്ടെന്ന്. പ്രിയ സഹോദരങ്ങളെ, അന്ന് വരെ കടയ്ക്കുകയും ഇരിക്കുകയും ചെയ്ത വ്യക്തി ചാടി എണ്ണീക്കുകയും മുട്ടുകുത്തുകയും ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് എല്ലാ വ്യക്തികളും സ്വരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുകയാണ്. ഈ ബിനു സ്വരം ഉയർത്തിയപ്പോൾ
സ്വരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന വ്യത്യാസം ഉണ്ടാവുകയാണ്. അവൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഭൂകമ്പം തന്നെ സംഭവിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അടിത്തറ കുലുങ്ങി. പ്രിയ സഹോദരങ്ങളെ, ഞാനും ദൈവത്തിനോട് സ്വരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനു മുമ്പിൽ ദൈവം എനിക്ക് തന്ന ആരോഗ്യവും കഴിവുകളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഞാനും സ്വരം ഉയർത്തി പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെയും അടിത്തറ ഇളകും. എന്താണ് ഈ അടിത്തറ ഇളകിയത് കൊണ്ട് അർത്ഥമാക്കുന്നത്? എൻ്റെ വിശ്വാസം, അതാണ് എൻ്റെ അടിത്തറ. പൗലോസിലെ പറയുന്നത് നമ്മുടെ അടിത്തറ പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലേ? അതാണ് പൗലോസിലെ ചോദിച്ചു വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാനും സ്വരം ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുമ്പോൾ ഈ അടിത്തറ, വിശ്വാസമാകുന്ന അടിത്തറ, അതിനുള്ള ആ പരിശുദ്ധാത്മാവ് ഇളകും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് പാലിൽ സ്വല്പം പഞ്ചസാര ഇട്ടാൽ ഒരിക്കലും ആ പഞ്ചസാര ആ പാലിന് മധുരം കൊടുക്കുകയില്ല. ആ പഞ്ചസാര ആ പാലിന് മധുരം കൊടുത്താൽ തന്നെ ആ മാധുര്യം ആ അടിയിൽ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ അതിന് പകരം ഒരു സ്പൂൺ എടുത്ത് ആ പഞ്ചസാര ഇട്ട പാല് നമ്മളൊന്ന് ഇളക്കിയാൽ തീർച്ചയായിട്ടും ആ പഞ്ചസാരയുടെ മാധുര്യം ആ പാലിൽ മുഴുവൻ വന്ന് നിറയും. അതായത് ആ അടിത്തറയിൽ നടക്കുന്ന ആ പഞ്ചസാരയുടെ മധുരം പാലിൽ മുഴുവൻ വ്യാപിക്കും. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ ഞാനും സ്വരം ഉയർത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആ വിശ്വാസം എൻ്റെ ജീവിതത്തിലും വളരെയധികം മാധുര്യം പ്രദാനം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അതിന് മാധുര്യം വന്ന് നിറയും. ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിൽ, എൻ്റെ പഠനത്തിൻ്റെ മേഖലകളിൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേഖലയിൽ, എൻ്റെ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ ആ മാധുര്യം വന്നു നിറയും. അടുത്ത വാക്യം പറയുകയാണ്, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ഒരു വാതിലല്ല, വേണമെങ്കിൽ ലൂട്ടാസിലേക്ക് എഴുതാമായിരുന്നു കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു എന്ന്. പക്ഷെ ലൂട്ടാസിൽ എഴുതുകയാണ്, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. അതായത് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും 2 വാതിലുകൾ തുറക്കപ്പെടും. ഒന്ന്, കൃപകൾ വർഷിക്കുവാൻ സ്വർഗത്തിൻ്റെ വാതില്. 2, കൃപകൾ സ്വീകരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ. ഒന്ന്, കൃപകൾ വർഷിക്കുവാൻ സ്വർഗത്തിൻ്റെ വാതില്. 2, കൃപകൾ സ്വീകരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതില്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ തിരുവചനം പഠിപ്പിക്കുകയാണ്, ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൽ വന്നതോട് മുട്ടുകയാണ്. ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൽ വന്നതോട് മുട്ടുകയാണ്. എൻ്റെ സ്വരം ശ്രവിച്ച് ഹൃദയ കവാടം നീ തുറന്നു തന്നാൽ ഞാൻ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും, നിന്നോടത്ത് ഭക്ഷണത്തിന് ഇരിക്കുകയും ചെയ്യും. ഇവിടെ ലൂട്ടാസിലെ എഴുതുകയാണ്, വാതിൽ എല്ലാം തുറക്കപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാൻ ഒരു ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. സ്വരം ഉയർത്തി ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഡിസംബർ മാസത്തിൽ ധ്യാനാവസരത്തിൽ ഒരു കുംഭസാരത്തിന് മുമ്പ് ഒരു സഹോദരി സ്വരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചതിന് എല്ലാത്തിനു ശേഷം കുംഭസാരം കഴിഞ്ഞ് എന്നോട് പറഞ്ഞ ഒരു വാക്യം ഇപ്രകാരമാണ്. ആ സഹോദരി പറയുകയാണ്, അച്ഛാ, ഞാൻ ധ്യാനത്തിന് ഇവിടെ വന്നത് 26-ാം തീയതിയാണ്. 24-ാം തീയതി, അതേ മാസം ഡിസംബർ 24-ാം തീയതി ഞാൻ എൻ്റെ ഇടവഴപ്പള്ളിയിൽ കുമ്പസാരിച്ചിരുന്നു. ഞാൻ അന്ന് കുമ്പസാരിച്ചപ്പോൾ എനിക്ക് പറയുവാനായിട്ട് ആകെ ഉണ്ടായിരുന്നത് വെറും 4 പാപങ്ങളാണ്. പക്ഷെ ഇന്ന് ധ്യാനാവസരത്തിൽ ഞാൻ കുമ്പസാരിച്ചപ്പോൾ എനിക്ക് പറയുവാനായിട്ട് 4 അല്ല അച്ഛാ, 24 പാപങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം ഈ സഹോദരി പറയുകയാണ്, കുംഭസാരത്തിന് മുമ്പ് ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, സ്വരം ഉയർത്തി ഞാൻ ആ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് ആ ഓർമ്മകൾ, പാപത്തിൻ്റെ പല ഓർമ്മകളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം ആ സഹോദരി പറയാണ്, ആ ഓർമ്മകളെല്ലാം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം കർത്താവിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ കുംഭസാരം എന്ന ഉദാശയിലൂടെ തുറന്നു വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അച്ഛാ എൻ്റെ ഉള്ളിൽ എന്തൊരാശ്വാസമാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, പാപം മൂലം അടച്ചു വെച്ചിരുന്ന അവൾ ഹൃദയത്തിൻ്റെ വാതിലുകൾ അവൾ തുറന്നപ്പോൾ
അവളുടെ ജീവിതത്തിലേക്ക്, അവളുടെ കുടുംബത്തിലേക്ക് ദൈവാഞ്ജലി കടന്നു വരികയാണ്. അവളുടെ ഹൃദയം തുറന്നപ്പോൾ സ്വർഗ്ഗ അവാർഡുകൾ തുറന്ന് ദൈവം അവളിലേക്കും അവളുടെ കുടുംബത്തിലേക്കും അനുഗ്രഹം വർഷിക്കുകയാണ്. അടുത്ത വാക്യം പറയാണ്, അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രിയ സഹോദരങ്ങളെ, ഞാനും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എൻ്റെ ജീവിതത്തിലുമുള്ള പല ചങ്ങലകളും അഴിഞ്ഞു വീഴും. 2009 ഒരു സഹോദരി, മൂന്ന് മക്കളുടെ അമ്മയാണ്. അവൾ കുടുംബ ധ്യാനത്തിൽ ധ്യാനത്തിന് കടന്നു വന്നു. ധ്യാനത്തിന് കടന്നു വന്ന സമയത്ത് നടുവേദന മൂലം അവൾ നടുവിന് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുമ്പസാരത്തിന് ശേഷം അവൾ കസേര ഇരുന്ന് കുമ്പസാരിച്ച സ്ത്രീ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞതിന് ശേഷം ചാടി എണ്ണീറ്റ് മുട്ടയിൽ നിന്ന് കുമ്പസാരം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആ ബെൽറ്റ് ഊരി മാറ്റി. ആ ബെൽറ്റ് ഊരി മാറ്റിയതിന് ശേഷം അവൾ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിനുശേഷം എന്നോട് പറഞ്ഞു, അച്ഛാ, എന്നെ കെട്ടിയിരുന്ന ചങ്ങലകളും ഇതാ ഞാൻ അഴിച്ചു കളഞ്ഞുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുമുള്ള പല ചങ്ങലകൾ, രോഗത്തിൻ്റെതായ ചങ്ങലകൾ, പാപത്തിൻ്റെതായ ചങ്ങലകൾ, അടിമത്തത്തിൻ്റെതായ ചങ്ങലകൾ, തകർച്ച ദോഷത്തിൻ്റെതായ ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീഴണമെങ്കിൽ ഞാനും സ്വരമുയർത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഇവിടെ പൗലോസ് സീലസും ഇപ്രകാരം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായ രംഗം, ചങ്ങലെല്ലാം അഴിഞ്ഞു വീണു. മാനുഷികമായ രീതി ചിന്തിക്കുകയാണെങ്കിൽ ഈ പൗലോസിനും സീലസിനും അവിടെ നിന്ന് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് കാരാഗ്രഹത്തിന്റെ അധികാരി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വാൾ ഒരുങ്ങിയപ്പോൾ പൗലോസ് സീലസും രക്ഷപ്പെടാതെ അവിടെ നിന്നുകൊണ്ട് നീ അത് ചെയ്യേണ്ട എന്ന് പറയുന്നത് കേട്ട നിമിഷത്തിൽ കാരാഗ്രഹത്തിന്റെ അധികാരി ഇവരുടെ ഉള്ളിലുള്ള ആ സാമർത്ഥ്യം കണ്ടുകൊണ്ട്, എന്തോ ഒരു പ്രത്യേകതരം തൻ്റെ ഇടം, ഒരു സാമർത്ഥ്യം ഇവരിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ കാരാഗ്രഹത്തിന്റെ അധികാരി ഉടനെ ഈ പൗലോസിനോട് സീലസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടില്ല എങ്കിൽ ഇനി രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? മാനുഷികമായ രീതിയിൽ നിങ്ങൾ ജയിലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടില്ല എങ്കിൽ ഇനി രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രിയ സഹോദരങ്ങളെ, ഈ പൗലോസ് സീലസും കർത്താവായ യേശുവിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി രക്ഷ അനുഭവിച്ചതിനാൽ അവർക്ക് കാരാഗ്രഹത്തിന് അധികാരിയോട് പറയാനായിട്ട് സാധിച്ചു, നീയും കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ. ഞാനൊന്നൊരു വ്യക്തി എൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തിയാൽ പൗലോസ് സീലസും പറയാണ്, നീ മാത്രമല്ല നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ലൂക്കാട് സുവിശേഷത്തിന്റെ 19-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ധനവാനും ചുണ്ടട്ടാനുമായ സക്കേവൂസിനെ പറ്റി. അവന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് ആ യേശുവിനെ ഒന്ന് കാണണം. പ്രിയ സഹോദരങ്ങളെ, സക്കേവൂസ് യേശുവിനെ കാണണമെന്നൊരു ആഗ്രഹം, ഏകവചനം അവൻ വിശ്വസിച്ചു. സക്കേവൂസ് എന്ന ഒരു വ്യക്തി വിശ്വസിച്ചു. സക്കേവൂസ് എന്നൊരു വ്യക്തി ആചരിച്ചു. ആ ആചരണത്തോടെ അവൻ പ്രവർത്തിച്ചപ്പോൾ തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവന്റെ പ്രവർത്തന നിമിത്തം ഈശോ അവനോട് പറയാണ്, ഇന്ന് നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിലേക്ക് മുഴുവൻ ഇതാ രക്ഷ കടന്നു വന്നിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും രക്ഷ കടന്നു വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്നൊരു വിശ്വാസം ബലപ്പെടുത്തുക, എന്നിലൂടെ മറ്റുള്ളവരും ആ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ഇവിടെ കാരാഗ്രഹ അധികാരി പൗലോസിന്റെ സീലസിന്റെ വിശ്വാസം കണ്ടുകൊണ്ട്, അവരുടെ ആ സാമർത്ഥ്യം കണ്ടുകൊണ്ട്, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കണ്ടുകൊണ്ട് അവൻ വിശ്വസിച്ചു. അവനിലൂടെ അവന്റെ കുടുംബം മുഴുവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് വഴി അവനും അവൻ കുടുംബവും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് വഴി അവർ രക്ഷ അനുഭവിച്ചതുപോലെ നമുക്കും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കണം. ലൂക്കാസ് പറയാണ്, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് വിശ്വാസം. നീയും വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ വിശ്വാസം എന്നുള്ളത് പുറമേ നിന്ന് കിട്ടുന്ന ഒന്നല്ല. ഈ വിശ്വാസം എന്നുള്ളത് പുറമേ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു വലിയൊരു വരദാനമാണ്. ഈ വിശ്വാസം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ പറ്റി നമുക്ക് നല്ലൊരു അറിവുണ്ടാകണം. പൗലോസിനും സീലസിനും അറിയാം ഈശോയെ പറ്റി, ദൈവത്തെ പറ്റി അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പൗലോസിന് നല്ല ബോധ്യമുണ്ട്. കാരണം അത് പൗലോസിലെ അനുഭവമാണ്. പ്രിയ സഹോദരങ്ങളെ, ആ അറിവ് അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ട് പൗലോസ് ദൈവത്തെ വളരെയധികം സ്നേഹിച്ചു.
അതുകൊണ്ട് പൗലോസിലെ പറയുന്നുണ്ട് റോമാക്കാരുടെ ലേഖനത്തിൽ, ആർക്കും എന്നെ ആ ദൈവസ്നേഹത്തിൽ അകറ്റുവാൻ പറ്റത്തില്ല എന്ന്. ആ സ്നേഹം, ദൈവത്തോടുണ്ടായിരുന്ന പൗലോസിലയുടെ സ്നേഹം, ആ സ്നേഹം വളർന്ന് അവൻ ദൈവത്തെപ്പറ്റി അറിവ് നേടി. ആ അറിവ് അവന് വിശ്വാസം കൊടുത്തു. ആ വിശ്വാസം അവന് കാരാഗ്രഹത്തിൽ രക്ഷിച്ചതുപോലെ പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ രക്ഷ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ നമുക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. ജീവിതത്തിൽ എത്ര പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, ജീവിതത്തിൽ എത്രയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും ഞാൻ ഒരിക്കലും ദൈവത്തിൽ അകന്നു പോരത്തില്ല, ദൈവസ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കുമെന്നൊരു തീരുമാനം നമ്മൾ എടുത്താൽ മാത്രമേ തീർച്ചയായിട്ടും ആ വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരികയുള്ളൂ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പൗലോസിനും സിലസിനെയും പോലെ കഷ്ടതയുള്ള നടുവിൽ പോലും ആ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ, ആ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ആ സ്നേഹം പൗലോസിനും സിലസിനും ദൈവത്തെ പറ്റി അറിവ് കൊടുത്തു. ആ അറിവ് വിശ്വാസമായി മാറി. ആ വിശ്വാസം അവർക്ക് രക്ഷ കൊടുത്തതുപോലെ നമുക്കും ആ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാം. ആ ദൈവത്തെ നമുക്കും ആത്മാർത്ഥമായി സ്നേഹിക്കാം. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ പറ്റി തിരുവചനത്തിലൂടെ കൂടുതൽ അറിയുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആ അറിവ് നമുക്ക് വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യാം. ആ വിശ്വാസം എന്നെയും എൻ്റെ കുടുംബത്തെയും തീർച്ചയായിട്ടും രക്ഷിക്കും. അവിടെ പ്രിയ സഹോദരങ്ങളെ, പൗലോസിലെ പോലെ നമുക്കും പറയാനായിട്ട് സാധിക്കണം, ഇന്നു മുതൽ ആർക്കും എന്നെ ഇനി ഒരിക്കലും ആ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുവാൻ പറ്റത്തില്ല. ഈ ലോകത്ത് നഗ്നതയായിക്കൊള്ളട്ടെ, പട്ടിണി ആയിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, ദുരിതമായിക്കൊള്ളട്ടെ, ഒന്നിനും എന്നെ ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുവാൻ സാധിക്കത്തില്ല. സങ്കീർത്തനം 34 പറഞ്ഞതുപോലെ, ഞാൻ ആ ദൈവത്തെ പ്രാർത്ഥനയിലൂടെ ഇതാ രുചിച്ചറിയുന്നു. ഞാൻ ആ ദൈവത്തെ പ്രാർത്ഥനയിലൂടെ രുചിച്ചറിയുന്നു. ആ ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മോട്ട് കടന്നു വരാം. ഒരു നിമിഷം ആത്മാർത്ഥമായിട്ട് പൂർണ്ണമായ വിശ്വാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നിന്റെ അനന്ത കാരണത്തെ ഓർത്ത് നന്ദി പറയുന്നു. പൗലോസും സീലസും വിശ്വാസത്തിൽ കഷ്ടതയുടെ നടുവിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ രക്ഷ അനുഭവിക്കുകയും അതിലൂടെ കാരാഗ്രഹത്തിൻ്റെ അധികാരിയെയും അവൻ്റെ കുടുംബത്തെയും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതുപോലെ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വാസ ജീവിതത്തിലൂടെ ഞാനും രക്ഷ അനുഭവിക്കുവാനും ആ രക്ഷ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, നീ അനുഭവിച്ച ആ സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം എലീശ പുണുതിച്ച് പറഞ്ഞു കൊടുത്തതുപോലെ ഞങ്ങളും ആ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ നിരന്തരമായി മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. Hearty welcome to Marwala. യൂറോപ്പിന്റെ വിശ്വാസത്തോട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? സോറി, അതാർക്കും ശരിയാക്കുവാൻ സാധിക്കുന്നില്ല. ആരാണ് പ്രതിഭാപട്ടം ചൂടാൻ പോകുന്നത്? At the end of the final round, the winner is. അതിനായി നമ്മുടെ കണ്ണും കാതും ഹൃദയവും നമുക്ക് ഒരുമിച്ച് ചേർത്ത് വയ്ക്കാം. ചങ്ങനാശ്ശേരി അതിരൂപത 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയെ അടിസ്ഥാനമാക്കി നടത്തിയ വിശ്വാസവർഷം മെഗാ ക്വിസ്, മാർവാലാഹ് ഫെയ്ത്ത് ഇയർ മെഗാ ക്വിസ്, ഇന്ന് രാത്രി 8:30. ദൈവപിതാവിന്റെ സ്നേഹവും വാത്സല്യവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്ന ധ്യാന ചിന്തകൾ, നിത്യരക്ഷയുടെ തീരത്തേക്ക് ചുവടുകൾ വയ്ക്കാൻ കരുത്തു പകരുന്ന വചനവ്യാഖ്യാനങ്ങൾ, ഹൃദയ സ്വാതന്ത്ര്യവും സൗഖ്യവുമേകുന്ന ദിവ്യകാരുണ്യ ആരാധന, പ്രശസ്ത വചന പ്രഘോഷകൻ ഡോക്ടർ ജോൺ ഡി നയിക്കുന്ന ശാലോം വീക്കെൻഡ്, ശാലോം വാരാന്ത്യ ധ്യാനം, ഫെബ്രുവരി 13 മുതൽ 16 വരെ രാത്രി 9:30. ദൈവശബ്ദത്തിനായി കാതോർക്കുക. അവിടുന്ന് എപ്പോഴും നമ്മോട് സംസാരിക്കുന്നു.